വാഴ 3 ബയോപിക് ഓഫ് ബില്യൺ ഗേൾസിന്റെ ഇത് ഒരുപാട് പേർക്ക് പറ്റിയിട്ടില്ല. ആ പാവം പിടിച്ച പുള്ളി നമ്മുടെ വാഴ റൈറ്റർ വിപിൻ ദാസ് ബ്രോ പുള്ളി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, വാഴ 3 ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാണ് ആ ഉണ്ട്, ബയോപിക് ഓഫ് ബില്യൺ ഗേൾസിന്റെ ആണ്. അത് മാത്രമേ പുള്ളി ചെയ്ത് തെറ്റ്. ആ ഇന്റർവ്യൂവിന് വന്ന കമന്റ്സ് കാണണം, എൻ്റെ പൊന്നോ, ആൾക്കാർക്ക് എന്തത്ര നെഗറ്റിവിറ്റി അല്ലേ. പലർക്കും അത് പറ്റിയില്ല. പലരും ഭയങ്കരമായിട്ട് ഹെയ്റ്റ് കമന്റ്സ് ഇടുന്നുണ്ട്, നെഗറ്റീവ്സ് പറയുന്നുണ്ട്. ഗേൾസ് ഒക്കെ എന്ത് ചെയ്യാനാണ്, അവരെ കൊണ്ടൊക്കെ എന്ത് കാണിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ ജെൻഡർ വെച്ചിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ആക്ടിങ് എന്ന് പറയുന്നത് അങ്ങനെ ഒരാൾക്ക് മാത്രം പറ്റുന്ന പരിപാടിയൊന്നുമല്ല. മെൻ വുമൺ അങ്ങനെ തരം തിരിച്ചിട്ടൊന്നും ഇതിനെ കാണാൻ പറ്റില്ല. അല്ല, എത്ര ലേഡി ആക്ട്രസ് ഉണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഗേൾസ്. അതൊന്നും സിനിമയെ ബാധിക്കുന്ന കേസല്ല. ആര് നെഗറ്റീവ് പറഞ്ഞാലും സിനിമ അറ്റ് ദ എൻഡ് ഇമോഷനാണ്, എക്സ്പീരിയൻസ് ആണ്. അതിന്റെ റൈറ്റർ ആ ലെവലിലൊരു സ്റ്റോറി ലൈന് വെച്ചിട്ട് വാഴ 1ഉം 2ഉം കണക്ട് ചെയ്ത പോലെ നല്ലൊരു സ്റ്റോറി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വർക്കാവും. 1ഉം 2ഉം കണക്ട് ആവാനുള്ള മെയിൻ റീസൺ എന്താ? അതിലത്തെ ഇമോഷൻ. ഇപ്പൊ നമ്മൾ ബോയ്സ് ആയതുകൊണ്ട് നമുക്ക് റിലേറ്റബിൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇമോഷൻസ് സിനിമയിൽ വന്നു പോയതുകൊണ്ടാണ്. ഇപ്പൊ ഗേൾസിന്റെ ഇതുപോലെയുള്ള പല ഇമോഷൻസ് ഉണ്ടാവും, അവർ ഫേസ് ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ടാവും, അവർ സർവൈവ് ചെയ്ത കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ നമുക്ക് ബോയ്സ് എന്ന നിലയിൽ പുറത്ത് നിന്നിട്ടുള്ള അറിവല്ലേ ഉള്ളൂ. അവരുടെ ഹ്യൂമർ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടുള്ള ഇതറിയുള്ളൂ. ഒരു ഗേൾസ് ഗാങ്ങിന്റെ ഹ്യൂമർ എന്താന്ന് നമുക്ക് അറിയണമെങ്കിൽ നല്ലൊരു സിനിമയിലൂടെ തന്നെ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ അവരുടെ ഇടയിലുള്ളൊരു ജേണി വേറെ തന്നെയാണ്. നമ്മൾ ബോയ്സ് പുറത്തുനിന്ന് കാണുന്ന പോലെ ആവണമെന്നില്ല. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സിനിമ ഒരു ഇമോഷൻ അല്ലേ ഗൈസ്, അതിനൊക്കെ ആളുകൾ ഇങ്ങനെ ഇറ്റ്സ് വെരി ബാഡ്. നന്നായി വർക്കായി നല്ല അടിപൊളി പടാവും വാഴ 3. എനിക്കത് നല്ലൊരു ചാൻസ് ഉള്ള സബ്ജക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. കാരണം ഗേൾസിന്റെ സ്റ്റോറി മലയാളത്തിൽ പൊതുവെ ഗേൾസിന്റെ, അതായത് ഗേൾസ് ലീഡ് ചെയ്യുന്ന സിനിമകൾ കുറവാണ്. മെജോറിറ്റി വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അതിന് പല റീസൺസ് ഉണ്ട്. എന്താ, ഒരു ഫൈനാൻഷ്യൽ ലെവലിൽ നോക്കുമ്പോൾ അതിന് റീസൺസ് ഒരുപാടുണ്ട്. പക്ഷെ കഥ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു പവർഫുൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ആ കഥയ്ക്ക് മാച്ച് ആയതോ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഗേൾസ് ആണെങ്കിൽ അത് തന്നെ വരണം. അത് എൻ്റെ എല്ലാം ഒരു ഇമോഷനാണ്. അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇമോഷൻ വർക്കായി കഴിഞ്ഞാൽ പടം ഹിറ്റാണ്. അൾട്ടിമേറ്റ് അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഗംഭീരമായ മേക്കിങ്ങിൽ ഒരുപാട് അറഞ്ചും പുറഞ്ചുള്ള ഷോട്ട് എടുത്ത് വെച്ചതുകൊണ്ടൊന്നും സിനിമ ആളുകൾക്ക് ഭയങ്കര ഹൈ കൊടുക്കണമെന്നില്ല, യാതൊരു നിർബന്ധമില്ല. പക്ഷെ നല്ല ഇമോഷൻ വർക്കാവുന്ന രീതിയിൽ നിങ്ങളൊരു സിമ്പിൾ ഫ്രെയിം വെച്ചാലും സിനിമ ഓടും, സിനിമ ആൾക്കാരുടെ നെഞ്ചിൽ തട്ടും. അവിടെ യാതൊരു ജെൻഡറും ഇല്ല, യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ല, ഒന്നുമില്ല. സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. സിനിമയ്ക്കകത്തും പൊളിറ്റിക്സ് ഉണ്ട്. ഇതുപോലുള്ള ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് പൊളിച്ചെഴുതിക്കൊണ്ട് തന്നെയാണ് സിനിമ ഇപ്പോൾ ഈ കാണുന്ന ലെവലിൽ വളർന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് തിരുത്തലുകൾ ഇങ്ങനെ വന്നതുകൊണ്ടാണ് മറ്റുള്ള ഇൻഡസ്ട്രികൾ കൂടി നമ്മുടെ മലയാള സിനിമയെ നോക്കി കാണുന്നത്. ഒരു ഹീറോ ആവാൻ ഇന്ന ഫിസിക്കൽ അപ്പിയറൻസ് വേണമെന്ന് പോലും സിനിമയിൽ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതല്ല, മാറിയില്ലേ. ഇപ്പോ ബോഡി ലാംഗ്വേജ് അല്ല, അൾട്ടിമേറ്റ് പെർഫോമൻസ് ആണെന്ന് കാണിക്കുന്ന രീതിയിൽ സിനിമ വളർന്നിട്ടുണ്ട്.